ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് എന്താണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫ്സും ഡയഗ്രംസും നമ്മളെ ഡാറ്റേനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. They are statistical methods for presenting complex data in a readily understandable form. ഒരു ഗ്രാഫായിട്ടോ ഡയഗ്രമായിട്ടോ ഡാറ്റയെ പ്രസന്റ് ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും അത് കണ്ടാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. വെറുതെ കുറേ നമ്പേഴ്സ് എഴുതിയിട്ട് മനസ്സിലാവണതിനെക്കാട്ടും ഒരു ചിത്രം കണ്ടാൽ നമുക്ക് പെട്ടെന്ന്, ഒരു ഗ്രാഫ് കണ്ടാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം കണ്ടാൽ പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ഡയഗ്രംസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഡയഗ്രംസ്? ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ദേ ആർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നിങ്ങൾക്ക് അറിയാം. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ, ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡയഗ്രംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്ന മെയിനായിട്ടുള്ള ഡയഗ്രംസ് ലൈൻ ഡയഗ്രാം, ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. മെയിനായിട്ട് നമ്മൾ ഇത്ര ഡയഗ്രംസാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ കാർട്ടോഗ്രാംസ്, പിക്ടോഗ്രാംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഈ മെയിനായിട്ട് 3 നോക്കാൻ പോകുന്നത്. അതിൽ ഈ ലൈൻ ഡയഗ്രാമും ബാർ ഡയഗ്രാമും ദേ ആർ വൺ ഡയമെൻഷണൽ ഡയഗ്രംസ്. ഇവരെന്താണ്? വൺ ഡയമെൻഷണൽ ഡയഗ്രംസ് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ലെങ്ത് കൊണ്ടാണ്, ലൈനിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ബാറിൻ്റെ ലെങ്ത് കൊണ്ടാണ്, ലെങ്ത് മാത്രം നോക്കിയിട്ടാണ് വേരിയബിളിൻ്റെ എത്രത്തോളം, വേരിയബിളിൻ്റെ വാല്യൂ എത്രത്തോളം വലുതാണ് ചെറുതാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് പൈ ഡയഗ്രാം ഈസ് എ 2 ഡയമെൻഷണൽ ഡയഗ്രാം. ഇവിടെ ഒരു പൈ ഡയഗ്രത്തിൽ നമ്മളൊരു സർക്കിളിൻ്റെ ഏരിയ പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഭാഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, എത്രത്തോളം വാല്യൂസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രംസ് ഉള്ളത്. ലൈൻ ഡയഗ്രാം ആൻഡ് ബാർ ഡയഗ്രാം ആർ 1 ഡയമെൻഷണൽ ഡയഗ്രംസ് ആൻഡ് പൈ ഡയഗ്രാം ഈസ് എ 2 ഡയമെൻഷണൽ ഡയഗ്രാം. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ലൈൻ ഡയഗ്രാം വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ ഡയഗ്രത്തിൽ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ വേരിയബിൾസിനെ, നമ്മളെ ഡാറ്റ വാല്യൂസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ലൈൻസ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഒരു ഡാറ്റ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കൺട്രീസും ഓരോ 4 കൺട്രീസിൻ്റെ ABCD എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അവരെ പോപ്പുലേഷനും തന്നിട്ടുണ്ട് ഇൻ ക്രോഡ്സ്. അപ്പോൾ ഇതാണ് നമ്മളെ ഡാറ്റ വാല്യൂസ്. പോപ്പുലേഷനാണ് നമ്മളെ ഡാറ്റ, അല്ലേ? അപ്പോൾ ഈ പോപ്പുലേഷന്, ഈ കാര്യത്തിനെ 4 കൺട്രികളിലെ പോപ്പുലേഷനെ നമ്മൾ എങ്ങനെയാണ് ഒരു ലൈൻ ഡയഗ്രാം വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ പിന്നെ X ആക്സിസും Y ആക്സിസൊക്കെ വരയ്ക്കുന്നു. ഇവിടെ അല്ലേ, ഈ Y ആക്സിസിലാണ് നമ്മൾ വേരിയബിൾസിന്, ഇവിടെ നമ്മൾ ആ കൺട്രീസിൻ്റെ പേര് മാർക്ക് ചെയ്യും. A, B, C ആൻഡ് D. അതിന് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ആൻഡ് Y ആക്സിസിൽ നമ്മൾ വേരിയബിളിനെ മാർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് 10, 20 ഡാറ്റ നോക്കിയിട്ട്, ഡാറ്റ ഇപ്പം 65 വരെയാണ് പോകുന്നത്. 30 മുതൽ 65 വരെ ആണ് ഡാറ്റ. അപ്പം 30, 40, 50, 60 ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് A എന്ന് പറഞ്ഞ കൺട്രിയുടെ നേരെ നമ്മൾ 50 ലെങ്ത് ഉള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നത്. സ്ട്രേറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. B എന്ന് പറയുന്ന കൺട്രിയുടെ പോപ്പുലേഷൻ കാണിക്കാൻ അവിടെ 65 ലെങ്ത് ഉള്ള ഒരു ലൈൻ, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം. C എന്ന് പറഞ്ഞ കൺട്രിയുടെ അവിടെ 30 ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കണം. ആൻഡ് D എന്ന് പറഞ്ഞ കൺട്രിയുടെ 45 ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതിനിപ്പോൾ ഞാൻ നീറ്റായിട്ടുള്ള റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ലൈൻ ഡയഗ്രാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ ലൈനുകൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രമാണ് ലൈൻ ഡയഗ്രാം. ഇപ്പോൾ ലൈനിൻ്റെ ലെങ്ത്താണ് നമ്മളെ വേരിയബിളിൻ്റെ വാല്യൂസ് കാണിക്കുന്നത്. അതിൻ്റെ എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്ന് കാണിക്കുന്നത് ഈ വാല്യൂസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബാർ ഡയഗ്രാംസാണ്. അപ്പോൾ ബാർ ഡയഗ്രാംസ് നമ്മൾ പലതരത്തിലുള്ള ബാർ ഡയഗ്രാംസ് നമ്മളിവിടെ കാണാൻ പോകുന്നുണ്ട്. 1 is സിമ്പിൾ ബാർ ഡയഗ്രാം, 2nd one is മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, 3rd one is സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, and 4th one is percentage bar diagram.
അങ്ങനെ 4 തരത്തിലുള്ള ബാർ ഡയഗ്രങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സിമ്പിൾ ബാർ ഡയഗ്രം എന്താണ് എന്ന് നോക്കാം. സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ വരച്ച ലൈൻ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഡാറ്റ തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ വേരിയബിൾ മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യത്തിനെ മാത്രമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ വരച്ച അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നു. നേരത്തെ നമ്മൾ വരച്ചിട്ട് ഇവിടെ ABCD എന്ന് മാർക്ക് ചെയ്യണു. നേരത്തെ നമ്മൾ ലൈൻസാണ് വരച്ചതെങ്കിൽ ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ കൺട്രീസ് ഉണ്ടല്ലോ, ഇതിന് മേലെ ഓരോ ബാറുകളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 30 ലെങ്ത് ഉള്ള ഒരു ബാറ് വരച്ചിട്ടുണ്ടാവും. ഇവിടെ 65 ലെങ്ത് ഉള്ള ഒരു ബാറ് വരച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ബാറുകൾ വരച്ചിട്ടാണ്, ബാറുകളെല്ലാം ഈക്വൽ വിഡ്ത്തുള്ള ബാറുകളായിരിക്കും. എല്ലാ ബാറുകളുടെയും വിഡ്ത്ത് എന്തായിരിക്കും? സെയിം വിഡ്ത്തുള്ള ബാറുകളായിരിക്കും. ഇങ്ങനത്തെ ബാറുകൾ വരച്ചിട്ടാണ് നമ്മളിവിടെ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ഇപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ബാറുകളാണ് വരയ്ക്കുന്നത്. അതുമാതിരി വെർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് വരച്ചത്. എന്നുവെച്ചാൽ ഹൊറിസോണ്ടലായിട്ടും ഇതേപോലെ തിരിച്ചിട്ടും ഹൊറിസോണ്ടലായിട്ട് വരച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ വൃത്തിയായിട്ട് വരച്ചിട്ടുള്ള ഒരു ബാർ ഡയഗ്രാം നോക്കാം. നമ്മളിതവിടെ ബാർ ഡയഗ്രാം വരച്ചിരിക്കുന്നു. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ഒരു കൺട്രീസിൻ്റെ നെയിമാണ്. ബട്ട് കൺട്രി എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിലാണ് നമ്മൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാർ ഡയഗ്രാമാണ് വിച്ച് ഷോസ് ദ പോപ്പുലേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. പോപ്പുലേഷൻ ഓഫ് കൺട്രീസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർ ഡയഗ്രാമാണ്. അതാണ് അതിൻ്റെ ടൈറ്റിൽ. ഇവിടെ ഡാറ്റ വാല്യൂസ് നമുക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ മുകളിൽ എഴുതിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡാറ്റേനെയാണ്, സിംഗിൾ വേരിയബിളിൻ്റെ ഡാറ്റേനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രമാണ്. അപ്പം സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരൊറ്റ സെറ്റ് ഡാറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഡാറ്റ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓരോ ഇയറുകളിലുള്ള പ്രോഫിറ്റുകളാണ് തന്നിരിക്കുന്നത്. ഒരു കമ്പനിയുടെ അല്ല, 2 കമ്പനിയുടെ പ്രോഫിറ്റ്. അതായത് 2ഓ അതിലധികം സെറ്റ് ഓഫ് ഡാറ്റാസ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമുക്കതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ്, ഇതെല്ലാം പ്രോഫിറ്റുകളാണ് അല്ലേ. കമ്പനി എയുടെ പ്രോഫിറ്റ്, കമ്പനിയുടെ ബിയുടെ പ്രോഫിറ്റ്. അതായത് നമുക്ക് ഇവരെ കമ്പയർ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഡാറ്റ നോക്കിയിട്ട് കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം ഒരു ഡയഗ്രാം വരച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓരോ സിംഗിൾ ബാറാണ് ഓരോ കൺട്രിയുടെ മുകളിലും വരച്ചത്. ഇപ്പോൾ ഇവിടെ കൺട്രിയുടെ സ്ഥാനത്ത് ഇവിടെ ഇയറുകളാണ്. അപ്പം 2003, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയറിൽ 2 കമ്പനികളുടെ പ്രോഫിറ്റുകൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. കമ്പനി എയുടെ പ്രോഫിറ്റിന് ഞാനൊരു ബാർ വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ഡിഫറെൻറ്റ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്സ്ചർ കൊടുക്കാം. എങ്ങനെ ഷെയ്ഡിങ് ഒക്കെ കൊടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു ഷെയ്ഡിങ് കൊടുത്തിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ തൊട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണു? അടുത്ത കമ്പനിയുടെ ഡാറ്റ പ്രോഫിറ്റ് കാണിക്കാനുള്ള ഒരു ബാറും കൂടെ. അപ്പോൾ അത് 90 ആണ്. ഇവിടെ നമ്മൾ അതിനനുസരിച്ചിട്ട് വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ 90 എന്നുള്ള അടുത്തൊരു ബാർ വരയ്ക്കും. അപ്പോൾ രണ്ടിനും വ്യത്യസ്തമായ കളേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡിങ് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ഇയർ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഫസ്റ്റ് കമ്പനി എയുടെ ബാറ് വരയ്ക്കുക. കമ്പനി എയുടെ ബാറുകൾക്കൊക്കെ എല്ലായ്പ്പോഴും ഒരേ കളറുകൾ വേണം. അതുമാതിരി കമ്പനി ബിയുടെ ബാർ അതിന് തൊട്ടിട്ട് തന്നെ വരയ്ക്കണം. അതിന് സെയിം ഷെയ്ഡിങ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ ബാറുകൾ വരച്ചിട്ട് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി വൃത്തിയായിട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ഇയറുകളാണ് എടുത്തിരിക്കുന്നത്, ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? പ്രോഫിറ്റുകളാണ്. അപ്പം ഇവിടെ മൾട്ടിപ്പിൾ ബാറുകളാണ്. ഇപ്പോൾ 2 സെറ്റ് ഡാറ്റയേ ഉള്ളൂ നമ്മളടുത്ത്. അതുകൊണ്ട് ഞാൻ 2 ബാറുകൾ വരച്ചിരിക്കുന്നു. ഇപ്പം 3 കമ്പനികളുടെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ തൊട്ടിട്ടുള്ള 3 ബാറുകൾ വരയ്ക്കും അല്ലേ. അപ്പോൾ ഓരോ ഇയറിൻ്റെ നേരെയും നമ്മൾ എന്ത് ചെയ്യും? അടുത്തടുത്ത് നിൽക്കുന്ന തൊട്ട് നിൽക്കുന്ന ബാറുകൾ വരച്ചിട്ടാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. നോക്കാം,
ഓരോ കൺട്രിയുടെ മുകളിലും ഓരോ ബാറുകൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ബാറും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓരോ ബാറിൻ്റെ ലെങ്ത്തും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളെ മാഗ്നിറ്റ്യൂഡാണ്, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡയഗ്രാംസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഫിഗേഴ്സ് വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ ഒരൊറ്റ നോട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം, ഓ കമ്പനി എയുടേതാണ്. എ എന്ന് പറയുന്ന കമ്പനി എനെയാണ് ബ്ലൂ കളർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, കമ്പനി ബിയുടെ ബാറുകളെയാണ് റെഡ് കളർ കൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം എല്ലാ ഇയറുകളിലും തന്നിരിക്കുന്ന എല്ലാ ഇയറുകളും കമ്പനി എയുടെ പ്രോഫിറ്റാണ് കൂടുതലായിട്ട്, അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി ബിയുടെ പ്രോഫിറ്റ് അത്രയില്ല, പക്ഷെ എന്നാലും അതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഐഡിയ പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനും ഡയഗ്രാംസ് വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത തരത്തിലുള്ള ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം. അപ്പോൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ തന്നിരിക്കുന്നത്, ഒരു ഇയറും അതിലുള്ള 3 സ്ട്രീമിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. തൗസൻഡ്സ്. ആർട്സിൽ 18,000 ഉണ്ട്, സയൻസിൽ 9,000 സ്റ്റുഡൻസ് ഉണ്ട്, ലോയിൽ 4,000 സ്റ്റുഡൻസ് ഉണ്ട്. ഏത് കൊല്ലത്തിലാണ്? 2004, 2005. അപ്പോൾ ഇതിനെ നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടലുകളാണ്. ഓരോ ബാറിൻ്റെ ലെങ്ത്തും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയുണ്ടാവും? ഇവിടെ 31 സ്റ്റുഡൻസ് ആണ് 2004, 2005 അതുമാതിരി 2005, 2006 എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 35 പറഞ്ഞാൽ 35,000 ആണ്. ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 35 + 7 42 സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ 38 + 10 48. അപ്പം ടോട്ടലുകളെയാണ് നമ്മൾ ഓരോ ബാറ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ടോട്ടലുകളെ നമ്മൾ അതിൻ്റെ ഓരോ സ്ട്രീമുകളുണ്ടല്ലോ, അതായിട്ട് സബ് ഡിവൈഡ് ചെയ്യും. അതായത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൽ ഞാൻ 2004-05 അല്ലേ, ഈ വർഷത്തിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന ബാറിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഒരു 31 ആയിരിക്കും. നമ്മളിവിടെ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുക 10, 20, 30, 40, 50 അങ്ങനെ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം 2004-05 ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന ബാറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയുണ്ടാവും? 31 ഉണ്ടാവും. നീറ്റായിട്ട് വരയ്ക്കണം ബാറുകൾ. ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ അത്ര നീറ്റായിട്ട് വരാത്തതാണ്. അപ്പോൾ 31 ലെങ്ത് ഉള്ള ഒരു ബാറിനെ ഞാൻ വരച്ചു അല്ലേ. ആ ബാറിനെ ഞാൻ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 31 സ്റ്റുഡൻസിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 18,000 പേര് ആർട്സിലാണുള്ളത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് തൊട്ടിട്ട് ഒരു 18 വരെ അല്ലേ, അതുവരെയുള്ള ഇത് ഞാനിവിടെ ഡിവൈഡ് ചെയ്തു. ഇത് ആർട്സ് സ്റ്റുഡൻസാണ്. ഈ ഷെയ്ഡിങ് ഞാൻ കാണിക്കുന്നത് ആർട്സ് സ്റ്റുഡൻസിൻ്റെയാണ്. അതിന് ശേഷം വരുന്ന പിന്നെ 9, അടുത്ത 9,000 സ്റ്റുഡൻസ്. അപ്പം 18 + 9, ഇപ്പോൾ ഒരു 26 വരെ ഞാൻ അടുത്ത ഡിവിഷൻ കൊടുത്തു. അത് കാണിക്കുന്നത് സയൻസ് സ്റ്റുഡൻസിനെയാണ്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ 3 ഉള്ളൂ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ലോ സ്റ്റുഡൻസിനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. അതേമാതിരി നെക്സ്റ്റ് ഇയറിൽ അടുത്ത ബാർ വരച്ചു. ആ ബാറിൻ്റെ ലെങ്ത് എന്തായിരിക്കണം? 35 ആയിരിക്കണം. അപ്പോൾ 35 ലെങ്ത് ഉള്ള ഒരു ബാറാണ് അടുത്ത വർഷത്തേക്ക് വേണ്ടി വരയ്ക്കുന്നത്. ആ ബാറിനെ എങ്ങനെ സബ് ഡിവൈഡ് ചെയ്യണം? ഫസ്റ്റ് 20 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആർട്സ് സ്റ്റുഡൻസിനെയാണ്. പിന്നെ ബാക്കി എത്രയാണ്? സയൻസ് സ്റ്റുഡൻസുള്ള 10 ആണ്. അപ്പോൾ അത് കാണിക്കുക 20ൻ്റെ മുകളിൽ 10 എടുക്കണം. അപ്പോൾ എത്ര വരും? 30ക്ക് നേരെ നമ്മളൊരു മാർക്ക് ചെയ്യും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സയൻസ് സ്റ്റുഡൻസിനെയാണ്. പിന്നെ ബാക്കി റിമൈനിങ് 5 വിൽ ബി ലോ സ്റ്റുഡൻസ്. അങ്ങനെ ഓരോ ഇയറുകളുടെ മുകളിലും ഓരോ ബാറുകൾ വരയ്ക്കുകയും ആ ബാറ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ടോട്ടൽ ഉപയോഗിച്ചിട്ടാണ്. ടോട്ടലാണ് അതിൻ്റെ ലെങ്ത്തായിട്ട് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. 18 + 9 ഇവിടെ വരും അല്ലേ, അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. കുറച്ചുകൂടി നീറ്റായിട്ട് വരച്ചിരിക്കുന്ന ഒരു ഡയഗ്രാമാണിത്. ഇവിടെ ഓരോ കളറുകളാണ് ഓരോ സ്ട്രീമിനെ കാണിക്കുന്നത്. ബ്ലൂ കളർ ആർട്സിനെ, റെഡ് കളർ സയൻസിനെ, ഗ്രീൻ കളർ ലോയിനെ കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം വരയ്ക്കുന്നത്.